തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ സായിരാം. ഭഗവാൻ ബാംഗ്ലൂരിൽ ദർശനം കഴിഞ്ഞ് ഭഗവാൻ കാറിൽ കയറി. കനത്ത മഴ. വണ്ടി ഓടിക്കുന്ന ഡോക്ടർ പത്മനാഭൻ സ്വാമി ഒരു ഭക്തിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. തനിക്ക് വഴി അറിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സ്വാമി അരുളി, നീ വിഷമിക്കണ്ട, എനിക്ക് വഴി അറിയാം, വണ്ടി എടുത്തോളൂ. അങ്ങനെ കനത്ത വഴിയിൽ വണ്ടി നീങ്ങി. സ്വാമി വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ കാർ അവരുടെ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. വാതിൽ അടച്ചിട്ടിരിക്കുന്നു. കനത്ത ഇരുട്ട്, ലൈറ്റില്ല. വണ്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ പെൺകുട്ടിയോട് സ്വാമി വാതിൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മുറ്റത്ത് കടന്നു. ഡോക്ടർ പറഞ്ഞു, സ്വാമി, ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. കനത്ത ഇരുട്ടാണ്, വെളിച്ചം കാണുന്നില്ല. ഞാൻ നാളെ തന്നെ അവരെ തിരക്കാം, എന്നിട്ട് വിവരങ്ങൾ സ്വാമി അറിയിച്ചു കൊള്ളാം. ഭഗവാൻ പറഞ്ഞു, അവർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. അങ്ങനെ മഴ പെയ്ത് ചെളി കൂടിയ മുറ്റത്തൂടെ ഭഗവാൻ നടന്ന് പുറകുവശത്ത് ജോലിക്കാർ താമസിക്കുന്ന മുറിയുടെ മുന്നിലെത്തി. വാതിൽ മുട്ടി. വാതിൽ തുറന്നു. ഒരു ഹോം നേഴ്സായിരുന്നു വാതിൽ തുറന്നത്. സ്വാമിയെ കണ്ടവർ ഞെട്ടിപ്പോയി. അവർ ഉറക്കെ പറഞ്ഞുപോയി, വരൂ വരൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഫോട്ടോയിൽ കാണുന്ന ആൾ വന്നിരിക്കുന്നു. അകത്തു നിന്ന് വൃദ്ധയായ ഭക്തിയുടെ ശബ്ദമുയർന്നു, നീ എന്താ ഈ പളപള എന്ന് പറയുന്നത്? അതേ അമ്മേ, ഫോട്ടോയിലുള്ള ആൾ വന്നിട്ടുണ്ട്. സ്വാമി മെല്ലെ അകത്തേക്ക് ചെന്നു. അവിടെ ഒരു കൊച്ചുമുറിയിൽ നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട്. വൃദ്ധ ഭജന പാടുന്നു. സ്വാമി ചെന്ന ഉടനെ പറഞ്ഞു, ഇതാ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു. കണ്ണീരൊഴുക്കി തൊഴുകയോടെ ആ വൃദ്ധ പറഞ്ഞു, സ്വാമി, എന്തിനാ വന്നത്? ഞാൻ ക്ഷണിച്ചതുപോലുമില്ലല്ലോ. എനിക്ക് സ്വാമിയെ ശരിയായി സ്വീകരിക്കാനും കഴിയില്ലല്ലോ. ഭഗവാന് നൽകാനും എൻ്റെ കയ്യിൽ ഇവിടെ ഒന്നുമില്ലല്ലോ. ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ മാത്രമാണ്. വൃദ്ധ പറഞ്ഞു, സ്വാമി, ഇന്ന് വ്യാഴാഴ്ചയാണ്, എനിക്ക് ഭജന പാടേണ്ട ദിവസമാണ്. സ്വാമി അരുളി, അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പാടാം. ഹോം നേഴ്സ് വിളക്ക് കൊളുത്താൻ നോക്കി, പക്ഷെ എണ്ണ കിട്ടിയില്ല. ഭഗവാൻ കുറച്ച് വെള്ളം കൊണ്ടുവരിച്ചു. അതിനുശേഷം അത് എണ്ണയാക്കി മാറ്റി വിളക്കിൽ ഒഴിച്ചു. വിളക്ക് കൊളുത്തി. അതിനുശേഷം അവർ ഭജന പാടാൻ തുടങ്ങി. സ്വാമിയും വൃദ്ധയായ ആ ഭക്തയും ഓരോ വരികൾ മാറി മാറി പാടി. പിന്നീട് എഴുന്നേറ്റുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ, എനിക്ക് തിരക്കുണ്ട്. നീ സമയമുള്ളപ്പോൾ വൃന്ദാവനത്തിൽ ദർശനത്തിന് വരിക. ഇനി അഥവാ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നുകൊള്ളാം. ജയ് സായിരാം. ഭഗവാൻ നമ്മെ തേടി വരത്തക്ക വിധം നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി സ്വാമി നമ്മെ അനുഗ്രഹിക്കട്ടെ.